ഇറാന്റെ ആണവായുധ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക കൂടുതൽ സൈനിക നടപടികൾ നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജൂണിൽ ഇറാന്റെ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ട്രംപ് നേരത്തെ വാദിച്ചിരുന്നു. ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ നോക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ട്രംപ് തന്റെ മാർ എ ലോഗോ എസ്റ്റേറ്റിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയോ ആണവശേഷിയോ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല. പക്ഷേ അവർ അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് എത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അവർ എവിടേക്കാണ് പോകുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഒരു B-2 വിമാനത്തിന്റെ ഇന്ധനം പാഴാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവർ അത് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് ആവർത്തിച്ചു. അതേസമയം അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവയുമായി തന്റെ രാജ്യം പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ അവസ്ഥയിലാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ഇറാനിയൻ സുപ്രീം നേതാവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്വന്തം കാലിൽ നിൽക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പെസഷ്കിയാൻ പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന. നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇറാഖ് നമുക്കെതിരെ നടത്തിയ യുദ്ധത്തെക്കാൾ മോശമായിരിക്കും ഈ യുദ്ധമെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഈ യുദ്ധം അന്നത്തേക്കാൾ വളരെ സങ്കീർണവും ദുഷ്കരവുമാണ്. ഇറാഖുമായുള്ള യുദ്ധത്തിൽ സാഹചര്യം വ്യക്തമായിരുന്നു. അവർ മിസൈലുകൾ വിക്ഷേപിച്ചു. എവിടെ ആക്രമിക്കണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നാൽ ഇവിടെ അവർ എല്ലാ വശങ്ങളിൽ നിന്നും നമ്മെ വളഞ്ഞിരിക്കുന്നു. ഉപജീവനമാർഗം, സംസ്കാരം, രാഷ്ട്രീയം, സുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ അവർ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ ആയുധങ്ങളുടെയും ആളുകളുടെയും കാര്യത്തിൽ അവരുടെ മുൻ ആക്രമണങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ തങ്ങൾ വളരെ ശക്തരാണെന്നും അതിനാൽ അവർ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അവർക്ക് ശക്തമായ പ്രതികരണം ലഭിക്കുമെന്നും പ്രസിഡന്റിനൊപ്പമുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച ഫ്ലോറിഡയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്ന സമയത്തായിരുന്നു പെസഷ്കിയാന്റെ അഭിമുഖം. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി നെതന്യാഹു അമേരിക്കൻ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. കൂടാതെ ജൂണിൽ നടന്ന സൈനിക നടപടികളെക്കാൾ ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ, നയതന്ത്ര സമ്മർദ്ദം എന്നിവയിലൂടെ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലെ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെയായിരുന്നു ഇറാനെ കൂടുതൽ തളർത്തിക്കൊണ്ടുള്ള US-ന്റെ രംഗപ്രവേശം. ആണവ കേന്ദ്രങ്ങളെ ഉന്നമിട്ടുള്ള US-ന്റെ അപ്രതീക്ഷിത ആക്രമണം ഇറാനെ ഞെട്ടിച്ചു. 2025 ലോക സമ്പദ് വ്യവസ്ഥ തന്നെ മുൾമുനയിൽ നിർത്തിയാണ് ഇറാനെതിരായ US-ഇസ്രയേൽ ആക്രമണം കടന്നുപോയത്. മെയ് മാസത്തിലായിരുന്നു ഇത്. 2 ആഴ്ചയോളം നീണ്ട സംഘർഷത്തിന് വിരാമമാകുന്ന പ്രതീക്ഷ നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആഗോള ഓഹരി വിപണികളിൽ വൻ ഉണർവുണ്ടായി. പക്ഷേ വെടിനിർത്തൽ ഇല്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി പ്രഖ്യാപിച്ചതോടെ സാഹചര്യം മാറി. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച US-ന് തിരിച്ചടി നൽകാനെന്നോണം ഖത്തറിലെയും ബാഗ്ദാദിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിനിടെ US സ്ഥിരീകരിച്ചിരുന്നു. മുമ്പ് ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി, സ്വർണ്ണവിലയും ഇടിഞ്ഞു. എന്നാൽ US-നും ഇസ്രയേലിന് പുറമെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ശക്തമായത് വെടിനിർത്തലിന് വഴങ്ങേണ്ടി വന്നു ഇറാന്. US-ന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൽ നിക്ഷേപിച്ച ടൺ കണക്കിന് സ്വർണ്ണശേഖരം തിരിച്ചെടുക്കാൻ ജർമ്മനിയും ഇറ്റലിയും രംഗത്തെത്തിയിരുന്നു. കനത്ത ഇറക്കുമതി തീരുവ ഉൾപ്പെടെ ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന തീരുമാനങ്ങൾ പലതും ട്രംപിൽ നിന്ന് വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ നീക്കം. 2025 ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വാർത്തയുമായിരുന്നു ഇത്. ലോകത്തെ ഏറ്റവും അധികം കരുതൽ സ്വർണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ മുന്നിലാണ് ജർമ്മനിയും ഇറ്റലിയും. ഇറ്റലിക്ക് ഏകദേശം 2500 ടണ്ണും ജർമ്മനിക്ക് 3500 ടണ്ണുമുണ്ട്. ജർമ്മനി 1200 ടൺ സ്വർണം US ഫെഡറൽ റിസർവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇറ്റലി 1000 ടണ്ണോളവും. ഇത് പൂർണ്ണമായും തിരിച്ചെടുക്കാനായിരുന്നു നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.